ഇപ്പോൾ നമ്മുടെയൊക്കെ കമൻറ്റിൽ ഇപ്പോൾ ഹൈബലിൻ്റെ കമൻറ്റിലാണെങ്കിൽ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ ഉള്ളത് നിങ്ങൾ വിശ്വാസികളല്ലേ, നിങ്ങൾ എന്തിനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക് ക്യാമറ എല്ലാം ശാസ്ത്രത്തിൻ്റെതല്ലേ, നിങ്ങൾ വിശ്വാസികൾ ശാസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ശാസ്ത്രത്തിൽ കുറേയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഹൈബലിന് അങ്ങനെയൊക്കെയുള്ള കമൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? എനിക്ക് തോന്നാറ് ഇവലെന്ന് പറഞ്ഞാൽ ഒരു സംഭവമുണ്ട്, ആറഗൻസിയാണ് അല്ലെങ്കിൽ ഇഗ്നറൻ്റ് ആണ്. യെസ്. അവലൊരു ബിലീഫ് ഉണ്ടാവും, നമ്മൾ എത്ര മാറ്റാൻ നോക്കിയാലും മാറൂല. ഇതൊക്കെ സ്വന്തം അവൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഈ ഐൻസ്റ്റൈൻ വരെ ദൈവവിശ്വാസി അല്ലായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ ഡീപ്ലി റിലീജിയസ് അല്ലെങ്കിലും. പക്ഷെ ഐൻസ്റ്റൈൻ വരെ സമ്മതിച്ചു പോയി, ദൈവമില്ലാണ്ട് ഒന്നുമില്ല, സം ടൈപ്പ് ഓഫ് ഗോഡ് എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. അപ്പം അത് ഐൻസ്റ്റൈന് കുഴപ്പമില്ല, വിൽക്കുന്നത്. അതിൽ ഈ അറഗൻസ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന് പറഞ്ഞ ഒരു മുമ്പ് കേരളത്തിൽ ജീവിച്ചൊരു ബുദ്ധിജീവി ഉണ്ട്, അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ് എനിക്ക് തോന്നിയത്. അല്പം ശാസ്ത്രവും അഹങ്കാരവും നമ്മളെന്ത് ചെയ്യും, ഒരു നിരീശ്വരവാദത്തിലേക്ക് നയിക്കും. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, പിന്നീട് വിശ്വാസിയായ ഒരാളാണ്. അതേപോലെ തന്നെ ശാസ്ത്രത്തിലുള്ള അഗാധജ്ഞാനവും വിനയവും നമ്മളെ ഒരു ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുമെന്ന് പറയും. അപ്പോൾ ഒരു കൂടുതൽ അറിയുമ്പോഴും നമുക്കൊരു ഇൻ്റലക്ച്വലായ ഒരു വിനയം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തോന്നി.